പറഞ്ഞു വന്നത് പൊന്നുതമ്പുരാൻ അനുവദിച്ചു തന്ന സരസ്വതി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ നിലയെക്കുറിച്ച്. സർക്കാർ ഗ്രാന്റ് ഉണ്ടായിട്ടും വേണ്ടവിധം ആ സ്കൂൾ നടത്തിക്കൊണ്ടുപോവാൻ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിന് ഉത്തരവാദികൾ ഞാൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്. എന്നിരുന്നാലും മാനേജർ എന്നുള്ള നിലയിൽ അതിന് ഉത്തരം പറയേണ്ടത് ശ്രീകലയാണ്. എന്തുകൊണ്ട് ആ സ്കൂൾ പഴയതുപോലെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല? അതിപ്പോ പിള്ളേരാരും നമ്മുടെ സ്കൂളിലേക്ക് വരാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ് തമ്പി. റെസിഡൻഷ്യൽ സ്കൂളും മറ്റു പ്രൈവറ്റ് സ്കൂളുകളും പൂണുപോലെ മുളച്ചു പൊന്തിയപ്പോൾ പോലും 1000-ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. അവിടുന്നാണ് അതിപ്പോ ചുരുങ്ങി കേവലം 200-ൽ താഴെ കുട്ടികളുള്ള ഒരു പള്ളിക്കൂടമായി മാറിയത്. അത് മിക്കവാറും മറ്റു സ്കൂളുകളിൽ നിന്ന് നിർബന്ധിത ടീസി കൊടുത്ത് പറഞ്ഞു വിടുന്നവരാണ് നമ്മുടെ സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്നത്. ആ നിലയിലേക്ക് സ്കൂൾ കൂപ്പുകുത്തിയതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതും പരിഹരിക്കേണ്ടതും. ഇപ്പൊ 200-ൽ താഴെ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. അടുത്ത വർഷം അതിന്റെ പകുതി പോലും കാണില്ല. നമ്മൾ ഇനി സ്കൂളിന്റെ നിലവാരം ഉയർത്തി പുതിയ തലവേദനകളൊന്നും പിടിക്കാതിരിക്കുന്നതാ നല്ലത്. കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിൽ ചേരാൻ താല്പര്യം എടുക്കണമെങ്കിൽ അവിടെ മതിയായ ഫാക്കൽറ്റീസ് വേണം. അതിനെ നിയമിക്കാൻ സർക്കാർ ഇപ്പൊ വലിയ റെസ്ട്രിക്ഷനൊക്കെ വെച്ചിരിക്കുകയല്ലേ? അതും പോരാഞ്ഞിട്ട് സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ മാന്യമായ ഫണ്ടും തരുന്നില്ല. ഈ പരാധീനതകൾ ഉള്ളപ്പോ തന്നെയാ എന്റെ ഭർത്താവും എന്റെ മകനും ആ സ്കൂള് നന്നായി നടത്തിക്കൊണ്ടു പോയത്. അവർക്ക് അന്ന് കഴിഞ്ഞത് എന്തുകൊണ്ട് ഇന്ന് നമുക്ക് കഴിയുന്നില്ല? അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം മാനേജർ പോസ്റ്റിലുള്ള ശ്രീകലയ്ക്കും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള തമ്പിക്കുമാണ്. പറയുമ്പോ എല്ലാം പറയണല്ലോ. പാരമ്പര്യമായി നടത്തിക്കൊണ്ടുപോകുന്ന സ്കൂളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സ്കൂൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ എത്ര ലക്ഷങ്ങളാ ഒരു മാസം വേണ്ടത്? അടിസ്ഥാനപരമായി ഇതൊരു കച്ചവടമാണ്. ലാഭമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലേ മുതൽ മുടക്കാവൂ. പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയാ മഹാരാജാവ് ഈ സ്കൂളിന് അനുമതി നൽകിയത്. ശ്രീകലയും തമ്പിയും അതിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത് വരെ കച്ചവടത്തിനല്ല, കുട്ടികളുടെ ഭാവിക്കായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത്. അമ്മേ, അതൊക്കെ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് സ്കൂൾ റൺ ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഒന്നുകിൽ സർക്കാർ ആവശ്യത്തിനുള്ള ഗ്രാന്റ് തരിക, അല്ലെങ്കിൽ സ്വകാര്യ നിയമനം നടത്താനുള്ള അനുവാദം തരിക. കഴിഞ്ഞ വർഷം ആകെ ഒരു സ്വകാര്യ നിയമനം മാത്രമേ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളൂ.